ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു PSC ബാങ്കിൻ്റെയും കൂടാതെ തന്നെ പ്രൈവറ്റ് ബാങ്കായിട്ടുള്ള HDFC ബാങ്കിൻ്റെയും ഡിഫൻസ് സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ സഹായത്തോടെ നിഫ്റ്റി 200 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തിയ കാഴ്ച. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവ് ആയിരുന്നില്ല. US മാർക്കറ്റ് ഫോളായി. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ADR സ്റ്റോക്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. ഇനി ഇന്ന് നമുക്ക് രണ്ട് പ്രധാന ഈവൻ്റാണ് ഉള്ളത്. ഒന്ന് US-ൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ, അതായത് US-ലെ പണപ്പെരുപ്പ നിരക്ക്, അതുപോലെ തന്നെ ഇന്ത്യയുടെയും പണപ്പെരുപ്പ നിരക്ക്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് US-ൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാക്കണമെന്നുള്ള ട്രംപിൻ്റെ ആവശ്യം അവിടുത്തെ സെൻട്രൽ ബാങ്ക് അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ കൂടുകയാണെങ്കിൽ, കൂടുതൽ ഇൻഫ്ലേഷൻ ഡേറ്റ വരികയാണെങ്കിൽ അത് ഫെഡിന് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു റീസണായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് അത് വളരെയധികം ക്രൂഷ്യലാണ്. US-നെ സംബന്ധിച്ച്, ഇന്ത്യനെ സംബന്ധിച്ചും അതേ സമാനമായിട്ടുള്ള അവസ്ഥയിലെങ്കിൽ കൂടിയും ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നത് അത്ര നന്നല്ല രാജ്യത്തിന്. അപ്പോൾ അതാണ് ഇന്നത്തെ രണ്ട് പ്രധാന ഈവൻറ്റുകളുള്ളത്. നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലുണ്ടായ ആ ഒരു ഫോള് നമുക്കൊന്ന് കണ്ടുവരാം. ആദ്യം കാണാം ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ ഇന്നലെ US VIX 4% ഉയർന്നു. നാസ്ഡാക്കും ഡോയും കാണാം 64 പോയിൻറ്റും 200 പോയിൻറ്റിൻ്റെയും ഇടിവ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റിൽ UK ഒഴിച്ച് ഫ്രാൻസും ജർമ്മൻ മാർക്കറ്റും ഇടിവിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. കൂടാതെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ പോകുകയാണെങ്കിൽ $700 ഇടിവും, ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഗോൾഡ് പോകുകയാണെങ്കിൽ $12 റാലിയും രേഖപ്പെടുത്തി ഇരിക്കുന്നുണ്ട്. ഇതാണ് US മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. എല്ലാം റിലയൻസ് GDRലാണ്, ADRലല്ല. ഡോക്ടർ റെഡ്ഡി ഉൾപ്പെടെ, ഡോക്ടർ റെഡ്ഡി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള HDFC, ICICI, വിപ്രോ എല്ലാം തന്നെ ഒരു ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു പോസിറ്റിവിറ്റി അവിടെ കണ്ടില്ല. ഇനി ഇന്നത്തെ സ്റ്റോക്കിൻ്റെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അതിന് മുമ്പ് ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട്, FNO എല്ലാം തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ അപ്സ്റ്റോക്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പൺ ഫ്രീ ആണ്. ഫസ്റ്റ് കമ്പനിയിൽ അക്കൗണ്ട് ഓപ്പണിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നസാറ ടെക് കമ്പനി അവർ സ്റ്റോക്ക് സ്പ്ലിറ്റും എല്ലാം തന്നെ ചെയ്യാനായിട്ട് ബോർഡ് മീറ്റിംഗ് ഇന്ന് കൂടുന്നുണ്ട്. നസാറ ടെക് ഒരു മൊബൈൽ ഗെയിമിംഗ് കമ്പനിയാണ്. മെഡി അസിസ്റ്റ് കമ്പനി, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഏകദേശം 4% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. അശോക ബിൽഡ്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 44% വർദ്ധിച്ചിട്ടുണ്ട്. 150 നിന്ന് 217 കോടി രൂപയായിട്ടുണ്ട്. തിലക് നഗർ ഇൻഡസ്ട്രീസ് കമ്പനി അവർ ഫോറിൻ ലിക്കർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. 121% നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 88 കോടി രൂപ കരസ്ഥമാക്കി. ആസ്ട്രൽ PVC പൈപ്പ് നിർമ്മാതാക്കളാണ്. നെറ്റ് പ്രോഫിറ്റ് 32% ഇയർ ഓൺ ഇയർ കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാറ്റ ഇന്ത്യ ഫുഡ്വെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 70% ഇടിവ് രേഖപ്പെടുത്തി. 174 നിന്ന് 52 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. സെൻസാർ എഞ്ചിനീയറിംഗ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 62 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. 25% ഇയർ ഓൺ ഇയർ ഉയർച്ച ഉണ്ടായിരുന്നു, അതായത് 49 നിന്ന് 62. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 45% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. 19 നിന്ന് 27 കോടി രൂപയിലേക്ക് ഉയർന്നു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി അവർ ഇന്ത്യയിലെ ലീഡിംഗ് പ്രൈവറ്റ് സെക്ടർ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് കമ്പനീനെ അക്യൂർ ചെയ്തതായിട്ടുള്ള ന്യൂസ്. കാമധേനു കമ്പനി 14 കോടി രൂപയിൽ നിന്ന് 21 പ്രോഫിറ്റ് ഉയർത്തി. സുബെക്സ് കമ്പനി 11 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 12 കോടി രൂപ പ്രോഫിറ്റ്. ധനശ്രീ ടി എസ്റ്റേറ്റ് കമ്പനി 3 നിന്ന് 14 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. മുത്തൂറ്റ് മൈക്രോഫിൻ 112 നിന്ന് 6 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഫൈസർ കമ്പനി ന്യൂമോണിയ ട്രീറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു വാക്സിൻ ഇന്ത്യയിൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈം ടെക്നോപ്ലാസ്റ്റ് 79 നിന്ന് 95 പ്രോഫിറ്റ് വർദ്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകളായിട്ട് നമുക്ക് വൈകിട്ട് 7 മണിക്ക് കാണാം. എല്ലാവർക്കും ശുഭദിനം. വീണ്ടും താങ്ക് യു.